ഹലോ ഗായ്സ്, സോ ഞാൻ ആഫ്റ്റർ 1 month വീണ്ടും ഒരു വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പം നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരു സമയം എത്രയുണ്ടാവും ചേട്ടാ? 8:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഡിന്നർ ഡേറ്റിന് പോവാം. എവിടെയാ? ഏതോ സെലക്സ് മാളിലാണ് പോണേ. അവിടെ ഓഷോ പറഞ്ഞിട്ട്, ഓഷോ വാങ്ങാണ്ടാ തോന്നുന്നു അതിൻ്റെ പേര്. ശരിക്കുള്ളത് ഞാൻ പ്രൊനൗൺസിയേഷൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അവിടെ നല്ല ചൈനീസ് ക്വിസൈൻസ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവാം. പിന്നെ നമ്മൾ എപ്പോൾ ഡിന്നറിന് പോയാലും ഇപ്പോൾ 2 കടകളിൽ പോയി കയറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ 2 പേരുടെ ടേസ്റ്റ് വേറെ വേറെയാ. ചേട്ടയ്ക്ക് മന്തി വേണം, അങ്ങനത്തെ റൈസ് ഐറ്റംസ് വേണം, അല്ലെങ്കിൽ ഗ്രിൽഡ് ചിക്കൻ. എനിക്കാണെങ്കിൽ അതങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് വേറെ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ മിക്കവാറും 2 റെസ്റ്റോറൻറ്റിൽ പോകും. അപ്പോൾ ഉണ്ട് ഒരാളുടെ പോകുമ്പോൾ ഒരാളിരുന്ന് കഴിക്കും, എന്നിട്ട് മറ്റേ ആൾ വെറുതെ ഇരിക്കും. എന്നിട്ട് മറ്റേ ആളുടെ പോകുമ്പോൾ ആളിരുന്ന് കഴിക്കും, എന്നിട്ട് മറ്റേ ആൾ വെറുതെ ഇരിക്കും. അങ്ങനെയാണ് കഴിക്കാറ്. എന്നിട്ട് ഇപ്രാവശ്യം നമ്മളുടെ കൂടെ ഡേറ്റിന് പോളോ ഉണ്ട്. പോളോ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നുണ്ടോ? പോള് വരത്തില്ല. പിന്നെ നമ്മളൊരാളുടെ കൺസെന്റ് ഇല്ലാതെ വരുന്ന ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ വല്ല കേസും പോയി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അതാവത്തില്ലേ? ഈ 5 പേര് എപ്പോഴും പറയണ്ട. 5 50 ആവും, 50 100 ആവും, 100 1 ലക്ഷം ആവും. ഇല്ലേ? ആവത്തില്ലേ? ഇനി ഞാൻ അവിടെ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ സെലക്സ് മാളിൽ എത്തിയിട്ടോ. ഇവിടെ 3rd ഫ്ലോറിലാണ് ഓഷി റെസ്റ്റോറൻറ്റ്. ഇവിടെ നമ്മൾ ചൈനീസാണ് ഞാനിന്ന് കഴിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഈ മാംഗോ സ്റ്റിക്കി റൈസ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കാരണം എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് ഇതൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ കഴിച്ചിട്ട് അടിപൊളിയാന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ച് വന്നേക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് വീഡിയോസ് പോളൂനെയും കൊണ്ട് എടുപ്പിച്ചു. ഇവർക്കാണെങ്കിൽ ഇവർക്ക് 2 പേർക്കും വീഡിയോയുടെ ഉള്ളിൽ പെടണത് ഇഷ്ടമല്ല. ഇവർ പിടിക്കാതെ ഞാൻ എന്തോരം നേരം വീഡിയോ എടുക്കാൻ പറ്റും? പറയൂ ഗൈസ്, നിങ്ങൾ പറയൂ, എത്ര നേരം എനിക്ക് ഇവരെ പിടിക്കാതെ വീഡിയോ എടുക്കാൻ പറ്റും? പക്ഷേ മാക്സിമം ഞാൻ ഇവരൊന്നും ഉൾപ്പെടുത്താതെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ആകെ കുറച്ച് ഡിഷുകൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ആകെ 4 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഈ വരുന്ന ഫുഡ് മോസ്റ്റ്ലി ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. കാരണം ഇവരൊന്നും കഴിക്കില്ല. ചേട്ടയ്ക്ക് ഇങ്ങനത്തെ ടേസ്റ്റുകളൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് മേ ബി ഒന്നൊന്ന് ടേസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ടേസ്റ്റ് കൂടി ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് കഴിച്ച് തീർക്കാത്തത് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. പിന്നെ പോളു ആണെങ്കിലും അവനും ഒരുവിധം എന്നാലും കഴിക്കും കേട്ടോ. അവൻ ചേട്ടനേക്കാളും കുറച്ചൊക്കെ ഫുഡൊക്കെ ട്രൈ എങ്കിലും ചെയ്തിട്ട് അത് നല്ലതാണോ പൊട്ടയാണോ എന്നെങ്കിലും പറയും. ചേട്ടയ്ക്ക് അത് തന്നെ ഇഷ്ടമില്ല. പിന്നെ ഇത് ഞാൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുപ്പിക്കുമായിരുന്നു കേട്ടോ. ചിരിക്കുന്നു പറഞ്ഞിട്ട്. ചിരിക്കാൻ ഭയങ്കര നാണമാണ്. അല്ലാത്ത സമയത്തൊക്കെ ചിരിച്ചിരിക്കും. പക്ഷേ റെക്കോർഡിംഗ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ചിരിക്കാതിരിക്കും. പിന്നെ അവിടെ ചോപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു. എനിക്കിത് ചോപ്സ്റ്റിക്ക് കൊണ്ട് എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടതെന്ന് ശരിക്കും എനിക്കറിയില്ല. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ പിടിക്കുമ്പോൾ കിട്ടും. പക്ഷേ ഇതിനകത്ത് ഇതും കൊണ്ട് പക്ഷേ നമുക്ക് ഫുഡൊന്നും ഇങ്ങനെ എടുക്കാൻ പറ്റണില്ല. ഞാനിത് അങ്ങനെ ചെയ്യാത്തത് കൊണ്ട്. പക്ഷേ എനിക്ക് അവിടെ പോയിട്ട് ഇത് ചെയ്യാൻ പറ്റാത്തതിൽ വളരെ വിഷമം തോന്നി കേട്ടോ. കാരണം അവിടെ വന്നിരിക്കണ എല്ലാ കുഞ്ഞു പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ എനിക്ക് ഈഗോ അടിച്ചിട്ട് ഞാൻ ഉടനെ തന്നെ ഒരു ചോപ്സ്റ്റിക്ക് ഓർഡർ ചെയ്തു. ഇനി വീട്ടിൽ വന്നിരുന്ന വല്ല നൂഡിൽസൊക്കെ ഉണ്ടാക്കി തിന്ന് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട്. പോളും കുറച്ച് നേരം ഇത് ചെയ്യാൻ നോക്കി. പക്ഷേ അവനെയും കൊണ്ട് ഒത്തില്ല. അവസാനം അവൻ സ്പൂണും കൊണ്ട് കഴിച്ചു കേട്ടോ. ഇത് ക്രാബ് സുഷി ആയിരുന്നേ. ഇത് കുക്ക്ഡ് ആയിരുന്നു. അവിടെ റോ സുഷി ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. മോസ്റ്റ്ലി എല്ലാ ഐറ്റംസും കുക്ക്ഡ് ആയിരുന്നു. ഇത് നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ റോ സുഷി ഒരു വട്ടം കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കഴിക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോഴേ ഭയങ്കര കഴിക്കണം തോന്നും. അവനിത് കഴിച്ചു നോക്കി കേട്ടോ. കഴിച്ചിട്ട് പോളോന് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ചത്ര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കുറച്ച് കഴിച്ചു. എനിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അല്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിക്കാൻ പോവാം.
ഉണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ്. പക്ഷെ നമ്മൾ കഴിച്ചിട്ടുള്ള ഏതൊരു ടേസ്റ്റ് വരുന്നുണ്ട്. ഓ ഇത് ചുമ്മാ ആവശ്യം വെച്ചേക്കാതെ ഇത് ഫ്ലേവർ എല്ലാം കറക്റ്റാണ്. This is bao. Bao. അതിനിപ്പോ ഏത് കഴിക്കട്ടെ? നല്ല ചൂടുണ്ട്. സോസിന് മുക്കി കഴിച്ചായിരുന്നു. സോസിന് മുക്കാത്തയാണ് നല്ല ടേസ്റ്റ്. എനിക്ക് ആദ്യത്തെ 2 ബൈറ്റ് കഴിഞ്ഞ പിന്നെ എനിക്ക് ആ ബാവോ സ്റ്റീംഡ് മഷ്റൂം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിലെനിക്ക് തോന്നിയേക്കണത് അതിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടെ സോയാ സോസ് മുന്നോട്ട് നിൽക്കുമായിരുന്നു. സോയയും പിന്നെ ഗാർലിക്കിൻ്റെ ടേസ്റ്റും അതുകൊണ്ടാണ് തോന്നുന്നു. മേ ബി ഒരു ചിക്കനോ പ്രോൺസൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു തോന്നുന്നു. ഞാൻ മഷ്റൂം എടുത്തിട്ട് എനിക്കത് അങ്ങ് പിടിച്ചില്ല അത് മൊത്തത്തിൽ. അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കഴിച്ചു കേട്ടോ. ബാക്കിയെല്ലാം നല്ലതായിരുന്നു. ബാക്കി ഓർഡർ ചെയ്ത ബാക്കി 3 ഐറ്റം ഒരുവിധം കഴിക്കാൻ പറ്റുന്ന നല്ല നല്ല സാധനങ്ങളായിരുന്നു. ഞാൻ മന്തി മാത്രമേ പറഞ്ഞു. പണ്ട് ദിവസം ഞാൻ നടന്നു എന്തായാലും ഇപ്പോഴും ബാക്കി ചോറ് മാംഗോ സ്റ്റിക്കി റൈസ് കൂടി ഇത് കഴിക്കാനാണില്ല. എല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ കഴിക്കേണ്ട ആൾ എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്.
എന്ന് വെച്ചാൽ പാത്രത്തിൽ കൂട്ടാവും. ഞാൻ നേരത്തെ കുറച്ച് ബാക്കി വെച്ചോണ്ട് എൻ്റെ എടുത്തില്ല. പാത്രം കഴിക്കാൻ ഞാൻ പറ്റില്ല. മതി മതി ഇനി പക്കോല്ലേ പിന്നിലുള്ള ഐറ്റം ഞാൻ അറിയാൻ അയക്കും. എല്ലാവർക്കും മറ്റേ ക്രീം ചേർക്കാൻ പറ്റില്ല. കാണുമ്പോ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വിചാരിച്ചു സ്ട്രോങ് ആവും. മാങ്ങയുടെ ചെക്ക് ഭയങ്കരമായിട്ടാണല്ലോ. ഞാൻ പകരം എടുത്ത ദിവസം ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതെന്ത് പരിപാടിയാണ് ലൈറ്റ്? ഞാൻ രാവിലെ വരുമ്പോ പരിപാടി ഇവിടെ കാണാറില്ല. ഞാൻ രാവിലെ 10 മണിക്ക് വരുമ്പോൾ ഒന്നും കാണാറില്ല കേട്ടോ. അപ്പടി ആൾക്കാരുണ്ട്. അല്ല ലൈറ്റ് ഫെസ്റ്റിവൽ ആൾക്കാരൊക്കെ അതിനകത്ത് കയറുന്ന ഇങ്ങനെ വട്ടം തിരിഞ്ഞു. പട്ടിക്കാടുന്നോ ഇത് ഇവിടെ അവരുടെ ജില്ലാ സമ്മേളനടാ ലൈറ്റ് ആൻഡ് സൗണ്ടുകാരുടെ. ഈ പരിപാടിക്കൊക്കെ ലൈറ്റ് ആൻഡ് സൗണ്ട് എടുത്തില്ലേ, അവരുടെ ജില്ലാ സമ്മേളനം. അതാണ് സ്കീം, അതാണ് ഫുള്ള് ലൈറ്റ് ഇട്ടിച്ചത്. ഇത് കണ്ടിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവോ? ഇത് അവരവരുടെ അവരവരുടെ ഒരു സമ്മേളനം നടത്തിയപ്പോ അവരുടെ ഇരിക്കുന്ന ലൈറ്റും അല്ലേ, രാത്രി സൗണ്ട് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരവിടെ ഇരിക്കുന്ന കുറെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ടെസ്റ്റ് നടത്തി. പക്ഷെ നല്ല രസം കേട്ടോ. ചേട്ടയുടെ ഫേവറേറ്റ് കാന്താരി. കാന്താരി എന്ന് പറഞ്ഞാൽ പോലെ ഇവിടുത്തെ കാന്താരി അല്പം ഭയങ്കര എരിവ, എക്സ്ട്രീം എരിവ. ഒരു ദിവസം കരഞ്ഞോണ്ടാണ് ചേട്ടൻ പോളും കരച്ച് കഴിച്ചത്. എനിക്ക് ഫുഡ് കോമയായി, എനിക്ക് ഉറക്കം വരിക. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി. വീട്ടിലെത്തിയിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. Okay guys, thanks for watching. Bye bye.